ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്നത്തെ ചിന്താവിഷയം എടുത്തിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57 അധ്യായം അതിന്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വചനങ്ങൾ നമ്മളെ വലിയൊരു സത്യമാണ് പറയുന്നത്. ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ പലപ്പോഴും ദൈവത്തിന്റെ വിളി കേൾക്കാതെ ലോകീയ സുഖങ്ങളിൽ മുങ്ങി സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചു. ഇന്ന് നമ്മളും അതേ പരീക്ഷണങ്ങൾ നേരിടുന്നവരാണ്. ലോകത്തിന്റെ ഇമ്പങ്ങളിൽ ലയിച്ച് ദൈവത്തിന്റെ ശബ്ദം മറക്കാൻ നമ്മൾ എളുപ്പം വഴങ്ങിപ്പോകുന്നു. എന്നാൽ ഉയർന്നവനും വിശുദ്ധനുമായ ദൈവം അകലെയല്ല. അവൻ വിനയമുള്ളവരോടും തകർന്ന ഹൃദയമുള്ളവരോടും കൂടെ വസിക്കുന്നു. ദൈവം നമ്മെ ശിക്ഷിക്കാൻ കാത്തിരിക്കുന്നവനല്ല, മറിച്ച് നമ്മൾ മാനസാന്തരപ്പെട്ട് ഹൃദയം തുറക്കുമ്പോൾ ആശ്വാസവും സൗഖ്യവും സമാധാനവും നൽകാൻ തയ്യാറായ പിതാവാണ്. ഈ നോമ്പുകാലത്ത് നമ്മെ ഒരു കാര്യത്തിലേക്ക് വിളിക്കുന്നു: ദൈവമേ, എൻ്റെ ഹൃദയം തുറക്കണമേ. ലൗകികമായ വഴികളിൽ നിന്ന് മാറി വിനയത്തോടെ ദൈവത്തിന്റെ വിളി കേട്ടനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് തീരുമാനിക്കാം. ദുഷ്ടമനോഭാവം വിട്ട് ദൈവത്തിലേക്ക് തിരിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിലുപരി അനുഗ്രഹവും സമാധാനവും അവൻ നൽകും. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന ഇതാകട്ടെ: ദൈവത്തിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുന്ന ഹൃദയവും അതിനനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സിനെ നമുക്ക് തുറക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. കർത്താവേ, വിനയമുള്ള ഹൃദയം നൽകി നിന്റെ വിളി കേട്ട് നിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ആമീൻ.